മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ ശ്രീ ജോർജ് കുര്യനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞയോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരില്ലാത്തപ്പോഴും കേരളത്തിന് മന്ത്രിമാരെ തന്നിട്ടുണ്ട്, അർഹമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മന്ത്രിമാരെ ആദ്യ പുനഃസംഘടനയിൽ തന്നെ, ആദ്യ മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ പ്രധാനമന്ത്രി നൽകിയതോടുകൂടി നമ്മുടെ നാടിന് വികസനത്തിൻ്റെ കാര്യത്തിൽ, പുരോഗതിയുടെ കാര്യത്തിൽ ഒരുപാട് പ്രയോജനം ഇതുവഴി ഉണ്ടാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനും അതുവഴി കേരളത്തിൻ്റെ പുരോഗതിക്കും കാരണമാവും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത്. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും കേരളത്തിൽ ജയിക്കില്ല, കേരളം BJPക്ക് ബാലികേറാ മലയാണ്, ഇത് കേരളമാണ് എന്നൊക്കെയാണ് നമ്മുടെ പ്രധാന കക്ഷികളും മാധ്യമ സുഹൃത്തുക്കളുമെല്ലാം ജൂൺ 4-ാം തീയതി വരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഇല്ലാതാക്കുന്നതിന് സർവ്വ പരിശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വിധ്വംസക ശക്തികളും മതസംഘടനകളും തീവ്രവാദ സംഘടനകളും അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും കഴിയാവുന്നത്ര പരിശ്രമിച്ചു എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടരുത് എന്നുള്ള വാശിയോടുകൂടി ഇത്തരം ശക്തികളെല്ലാം ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷേ ജനങ്ങൾ അതിനെല്ലാം തന്നെ മറുപടി നൽകുന്ന ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ജനങ്ങൾ ഒരു മൂന്നാം ബദലിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നുള്ള വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി LDFും UDFും ചേർന്നുള്ള കളികൾ മാത്രം കേരള ജനത അംഗീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു ശക്തി ഇവിടെ വളർന്നു വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അവരുടെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഭരണകക്ഷിയായിട്ടുള്ള LDFിനകത്ത് വലിയ തോതിൽ ചോർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിലുണ്ടായിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും CPMന്റെ അടിത്തറ തകരുന്നത് അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ആ വോട്ടുകൾ പോയിരിക്കുന്നത് BJPയിലേക്കാണ്. കണ്ണൂരിലായാലും ആലപ്പുഴയായാലും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലായാലും എല്ലാം CPMന്റെ അതിശക്തമായിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ തോതിൽ വോട്ട് അവർക്ക് നഷ്ടമായിരിക്കുന്നു. പിണറായി വിജയന്റെയും കുടുംബത്തിൻ്റെയും അഴിമതി ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ തിരിച്ചടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. പിണറായി വിജയനും സംഘവും നടത്തുന്ന വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഒരു കാരണമായിട്ടുണ്ട്. എല്ലാ ദിവസവും നടന്ന് CAAയുടെ പേര് പറഞ്ഞ് മുസ്ലിം വോട്ട് തട്ടാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ പരിശ്രമം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഗുണം ചെയ്തില്ല, പകരം അത് മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായി ഉണ്ടാവാനുള്ള വലിയ കാരണമായി. എന്നാൽ അതിനെതിരായിട്ട് വലിയൊരു വിഭാഗം ആൾക്കാർ ആ പാർട്ടിക്കകത്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, LDF നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണന രാഷ്ട്രീയം, ഇതാണ് ആ മുന്നണിക്കുള്ള തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. ഇത് രണ്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത പിണറായി വിജയന്റെ അഴിമതി, സഹകരണ കൊള്ള, ഇതിനൊന്നും എതിരായി പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ധാർമ്മികത UDFന് ഇല്ല. കാരണം വിരുദ്ധ വികാരത്തിൻ്റെ ഒരംശം പോലും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം UDFനായിട്ട് കൊടുത്തിട്ടില്ല. ജനങ്ങൾ അത് മുഴുവൻ BJPക്കാണ് നൽകിയിരിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ വരാൻ പോകുന്നത്. അടുത്ത 2 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി, സഹകരണ കൊള്ള, കുടുംബവാഴ്ച, വർഗീയ പ്രീണനം, ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങളുമായി
ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള തയ്യാറെടുപ്പുകൾക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം അടുത്ത ആഴ്ച ഞങ്ങൾ കേരളത്തിൽ കൂടുകയാണ്. വിശദമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി ഞങ്ങൾ ജനങ്ങളെ വീണ്ടും സമീപിക്കാൻ ഉദ്ദേശിക്കും. ഉണ്ടായ വളർച്ച നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വളർച്ച ഉണ്ടായെന്ന് പഠിക്കണമെന്നാണ് CPM-ന്റെ TV നിർദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് CPM വോട്ടുകൾ നിങ്ങൾ ചോർത്തിയെടുക്കുന്നത്? CPM പഠിക്കാൻ പോവുകയാണ്. അല്ല, CPM ഇങ്ങനെ പല പഠനങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. CPM പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കില്ല. ആ പാർട്ടിയിലെ ബാക്കി എല്ലാവരും പഠിച്ചാലും പിണറായി വിജയൻ പഠിക്കില്ല. അതല്ല സത്യം. പാർട്ടി 4 ദിവസം സാമ്പാറും വടയും ഒക്കെ വെച്ച് പാലക്കാട് ഒരു പ്ലീനം കൂടി 4 ദിവസം, ഒരു ദിവസമായി. എന്നിട്ട് പഠിച്ചു. പാർട്ടിയിലെ നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളും ഒക്കെ സ്വീകരിക്കേണ്ട പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ചട്ടം, അതൊക്കെ ഉണ്ടാക്കി. പ്ലീനം എല്ലാവർക്കും ബാധകമായി. പിണറായി വിജയനും കുടുംബത്തിനും ബാധകമായില്ല. പിണറായി വിജയന്റെ ഏകാധിപത്യം അവസാനിക്കാതെ, അദ്ദേഹത്തിന്റെ കുടുംബവാഴ്ച അവസാനിക്കാതെ, അദ്ദേഹത്തിന്റെ അധികാര കൊതിയും പണക്കൊതിയും അവസാനിക്കാതെ CPM ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് തകർച്ചയുടെ ഈ ഒരു സർക്കാർ 2 വർഷം കഴിയുമ്പോൾ ബംഗാളിനേക്കാളും ത്രിപുരയിനേക്കാളും വലിയ തകർച്ച അവർക്കുണ്ട്.